ഇന്ന് നമുക്കൊരു ഫിഷ് ഐറ്റം പിടിച്ചാലോ? നല്ല കണവയായാലോ? ആർക്കൊക്കെയാ കണവത്തോരൻ ഇഷ്ടം? എനിക്ക് ഈ കണവയും കൊഞ്ചും കക്കയും ഞണ്ടും ഒക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും മേടിക്കാറ്. അപ്പോൾ ഇന്ന് ഈ കണവ വെച്ച് ഒരു തോരൻ റെഡിയാക്കാം. അപ്പോൾ വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോവാം. ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് കടുവും മുളകും ഒക്കെ ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം. ഇതിലേക്ക് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തതും കൂടെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വഴട്ടിയെടുക്കാം. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന കണവ കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ അടച്ച് വെച്ച് കുറച്ച് സമയം നമുക്ക് ഈ കണവയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള തേങ്ങ അരപ്പിനായിട്ട് ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ, ജീരകം, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ച് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കണവ വെള്ളമൊക്കെ വറ്റി നല്ലൊരു തോരൻ പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മസാല കൂടെ ഇട്ട് കുറച്ച് കുരുമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വരട്ടി ആ തേങ്ങയുടെയൊക്കെ ആ പച്ച ചുവയൊന്ന് പോകുന്നത് വരെ വാട്ടിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കണവത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിനൊപ്പവും പുട്ടിനൊപ്പവും പിന്നെ അപ്പത്തിനൊപ്പവും ഒക്കെ ഈ കണവത്തോരൻ മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കണവത്തോരന്. കണ്ടോ, ബീഫ് വരട്ടിയതുപോലെ അതിൻ്റെ കളർ വരെ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ആക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.